അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആരോപണം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്ന് കമൻറ്റിലൂടെ ഒരാൾ പറഞ്ഞു. ഒരു ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നു സക്കരിയ മൗലവി സക്കരിയ സലായി വഫാത്തായ സമയത്ത് അനസ് അതിനെ അള്ളാഹു ഹക്കും ബാത്തിലും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദുആൻ്റെ സംഗതി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കളവ് പറയുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്ന് അയക്കണം എന്ന് പറഞ്ഞിരുന്നു. വ്യക്തിപരമായിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം എന്നുള്ള നിലക്ക് ആ സംഗതി ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. എന്നാൽ അത് പറഞ്ഞ് ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ ഇറക്കി ഞങ്ങളെ നശിപ്പിച്ചവർ അല്ലാഹ് എന്ന് 114 മുമ്പ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അബൂജഹൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുവെന്ന് ശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നുവെങ്കിൽ 114 മുമ്പ് അബൂജഹൽ നടത്തിയ ഈ പ്രാർത്ഥനയ്ക്ക് സമാനമായ ഒരു പ്രാർത്ഥന കേരളത്തിന്റെ മണ്ണിൽ നടന്നു. 114 മുമ്പ് അബൂജഹൽ നടത്തിയ ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് അനന്തരഫലമായി കൊണ്ട് അല്ലാഹുവിന്റെ ഉത്തരം ബദറിന്റെ രണാങ്കണത്തിൽ ഇറങ്ങിയിട്ട് ആ ശിർക്കിന്റെ വാഹകരായ ആളുകൾ അവിടെ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അതിന് തത്തുല്യമായ ഒരു പ്രാർത്ഥന കേരളത്തിന്റെ മണ്ണിൽ നടന്നു. എന്തായിരുന്നു അത്? നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രാർത്ഥന അതേ ആത്മാർത്ഥമായി വിശ്വാസികൾ നിർവഹിക്കേണ്ട പ്രാർത്ഥന വിശ്വാസികൾ നിർവഹിച്ചപ്പോൾ വിശ്വാസികളോടൊപ്പം ഈ തൗഹീദിന്റെ എതിരാളികളും നടത്തിയ പ്രാർത്ഥന എന്തായിരുന്നു അത്? സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവർക്കെതിരെ ആത്മാർത്ഥമായി മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവരങ്ങൾ തിരിച്ചറിയണം. ഇവർക്കെതിരെ ആത്മാർത്ഥമായി സക്കരിയ സലായി പറയുന്ന ഒരു ഭാഗം അല്ല, നമുക്ക് വേറെ നിർവാഹമില്ല. സക്കരിയ സലായിയുടെ ഒക്കെ പേരിൽ ഇവർ പറയുന്ന തോന്നിയാസത്തിന് ആ നിലക്ക് പ്രാർത്ഥിക്കല്ലാതെ വേറെ വകുപ്പില്ല. ആ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും നിങ്ങളൊന്ന് കേട്ടോളൂ. സുഹൃത്തുക്കളെ, ഞങ്ങൾ ആവർത്തിച്ച് പറയാണ്, ഞങ്ങൾ ഹക്കിലാണെന്ന കാര്യം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാ മുജാഹിദ് പ്രവർത്തകരോടും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കണം. ഈ ഒരു ഫിത്ന ആരുണ്ടാക്കി? അതിന്റെ ഹെഡ് ആരാണ്? ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഈ സംഘടനയും ചിന്തയും ഭിന്നിപ്പും ഉണ്ടാക്കിയത് ആരാണ്? അവർക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പടച്ചവരെ അർഹമായത് കൊടുക്കണേ. ബാപ്പയും മക്കളെയും തെറ്റിച്ച, ഭാര്യയും ഭർത്താവിനെയും തെറ്റിച്ച, ആങ്ങളെയും പെങ്ങളെയും തെറ്റിച്ച, തൗഹീദുള്ള കുടുംബത്തിൽ ചിന്തതയുണ്ടാക്കിയ ഈ ഫിത്നയുടെ റഈസുൽ ഫിത്ന ആരാണ്? അവന്റെ അർഹമായത് ദുനിയാവിൽ കൊടുക്കണേ, ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചോളിക്കട്ടെ. ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട്. തഹജ്ജുദ് നമസ്കരിച്ച് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന പത്തങ്ങളത് പ്രാർത്ഥിക്കണം. അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെട്ടത്. അതല്ല സ്വീകരിച്ചു പോയി, സ്വീകരിച്ചു പോയി. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദുകൾ ഏത് തൗഹീദാണോ പ്രഖ്യാപിച്ചത്, ആരുടെ വഹദാനിയത്താണോ ഉദ്ഘോഷിച്ചത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദുആ ഖബൂലാക്കി പോയി. അല്ലാഹ് ആ പ്രാർത്ഥന സ്വീകരിച്ചു പോയി. മഹത്തായ ഈ ആദർശ കൂട്ടായ്മയിൽ കടന്നു കയറിയിട്ട് ഈ തൗഹീദിന്റെ വാഹകരായ, ഇതിന്റെ പ്രയോക്താക്കളായ, ഇതിന്റെ പ്രചാരകരായ, ഇതിന്റെ പ്രബോധകരായ പാവപ്പെട്ട മുജാഹിദുകളെ തെറ്റിച്ച, ഉമ്മയെയും അതുപോലെ തന്നെ ഉപ്പയെയും തെറ്റിച്ച, ബാപ്പയെയും മക്കളെയും തെറ്റിച്ച, നേതാക്കളെയും അനുയായികളെയും തെറ്റിച്ച ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഞങ്ങളുടെ മുന്നിൽ ഈ മണ്ണിലിട്ടുകൊണ്ട് ശിക്ഷിക്കുന്നത്, അപമാനിക്കുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു തൗഹീദി കൂട്ടായ്മയാണ് തലശ്ശേരിയുടെ മണ്ണിൽ ഉത്തരവിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, നിനക്കാണ് സ്തുതി. ഇത് ഞങ്ങളുടെ ആരുടെയും പവറല്ല, ഏതെങ്കിലും വ്യക്തികളുടെ വ്യക്തിപ്രഭാവമല്ല. നിന്റെ തൗഹീദിനെ തകർക്കാൻ ഇറങ്ങിയവരെ നീ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ കൺകുളിർക്കെ കാണുന്നുവല്ല. ലക്കൽ ഹംദു വലക ശുക്ർ യാ അല്ലാഹ്, ലക്കൽ ഹംദു വലക ശുക്ർ യാ അല്ലാഹ്. നിനക്കാണ് ഹംദ്, നിനക്കാണ് ശുക്ർ, അതാ നിനക്കാണ് ശുക്ർ. മനസ്സിലാക്കണം. ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ, തൗഹീദിനെതിരെ തിരിഞ്ഞവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ദുആ ഫലിച്ചത്.
ഇതാണ് ഞാൻ പറഞ്ഞത്. സക്കരിയ സലാഹി പെട്ടെന്ന് തട്ടിപ്പോയത്. തട്ടിപ്പോകണം എന്ന് സക്കരിയ സലാഹി എന്തായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചു. ഏതുപോലെ അബുജാൽ കാബത്തിൻ്റെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. എന്ത് റഹ്മാനെ ഹാദൽ ബൈത്തുടനായൊരു നാഥനെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ. രണ്ടോ ഈ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരും ഞക്കറിയാം, അവരിൽ രണ്ടാലൊരു ദീനിനെ പോറ്റി സലാമത്തിലാക്കിയിടണേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. ആ പ്രാർത്ഥന അല്ലാഹ് കേട്ടതുപോലെ ഇത് സക്കരിയാൻ്റെ ആ പ്രാർത്ഥന കേട്ടിട്ട് എന്ത് ചെയ്തു? ഹക്കിൻ്റെയും ബാത്തിൻ്റെയും ഇടയിൽ വേർതിരിച്ചു തന്നു. ലക്കൽ ഹംദ് വലക്ക ശുക്ർ നിനക്കല്ലാ സ്തുതിന്ന്. ഇത് ആരെ പറ്റിയാണെന്ന്? സക്കരിയ സലാഹി. വ്യക്തിപരമായിട്ട് സക്കരിയ സലാഹി നമ്മൾ ആശയക്കാരനല്ലെങ്കിലും അദ്ദേഹം മരിച്ച സമയത്ത് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം പറയണത്, ഞാൻ എന്തായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അയാൾ നല്ല പ്രാസംഗികനായിരുന്നു, നല്ല പ്രബോധകനായിരുന്നു. അയാളെ ഓരോ പ്രസംഗങ്ങൾ കേട്ടിട്ട് നമ്മളിപ്പോൾ ആര് കേട്ടാലും സത്യം പറയാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. അയാളെ നിസ്കാരത്തിൻ്റെ ഓരോ പ്രവർത്തനം, ഓരോ വുളു എടുക്കുമ്പം സൂക്ഷിച്ച് കേൾക്കാൻ വേണ്ടി പറയുന്നതും അതിൻ്റെ സുന്നത്തുകളൊക്കെ പറയുന്നതും ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കത് അറിയുന്ന ആളാണെങ്കിലും മൂപ്പര പ്രസംഗം കേട്ടത് കൊണ്ട് അദ്ദേഹം കൂടി പറയണ്ടല്ലോ എന്നുള്ളതൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നതാണ്. അത് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ എല്ലാവരും പ്രസംഗങ്ങളും കേൾക്കുന്ന ആളാണ്. ഇയാളുടെ ഒരു പ്രത്യേക നല്ല ഒരു കേൾക്കാനൊക്കെ ഒരു നല്ലൊരു ഉപദേശകനായിരുന്നു അദ്ദേഹം മരിച്ചു പോയപ്പോൾ വാസ്തവത്തിൽ ഞാൻ എന്താണ് അതിന് ഈ തെർജിയത്ത് ചൊല്ലിയിട്ടുണ്ട്, ഇന്നല്ലാമിന്നെ റാജുവെന്ന് ചൊല്ലിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താണ് വഹാബികൾ മരിച്ചാൽ അവരെ അവരെ ഈ മരിച്ചെടുത്ത് ചെല്ലലും ആ വീട്ടിൽ അവർക്ക് ഓതാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ചെല്ലലും ഓതലൊക്കെ ഉണ്ട്. അത് അവർക്ക് കിട്ടൂല എന്നാണെങ്കിലും നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മുജാഹിദിൻ്റെ പ്രസ്ഥാനക്കാരുണ്ടെങ്കിലും ഞാനവിടെ നിന്ന് എന്താണ് ഓതലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളങ്ങനെയാണല്ലോ പഠിച്ചു വെച്ചത്. എന്നാൽ ഇയാളെ പറ്റി സ്വന്തം വിഭാഗത്തിലുള്ള ആൾക്കാരെ പോയി പറയുന്നത്, പിന്നെയുണ്ടോ സുന്നികളെ മുസ്ലിക്കാക്കാന്ന് പറയണതിൽ എന്തെങ്കിലും അർത്ഥം? അതിലെന്തെങ്കിലും ഇതുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഉള്ളവരെ, ദുന്യാവിലുള്ളവരെ അകറ്റി ഇസ്ലാമെന്ന് അകറ്റി ഞാനും മുമ്പ് ഒരാൾ പറഞ്ഞതുപോലെ തട്ടാനും ഞാനും ഒരു തട്ടാനും സ്വന്തം സ്വർഗത്തിലായെങ്കിൽ എന്നൊരു ചിന്തയുള്ളത്. അപ്പോൾ പിന്നെ കാണാൻ ആരുണ്ടാകുക എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. എന്നതുപോലെ തൗഹീദിൽ നിന്ന് പുറത്താക്കി ഇസ്തിഹാസനെയും തവസ്സുലിനെയൊക്കെ വിമർശിച്ച് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വം അള്ളാഹും റസൂലും കാണിച്ചു തന്നതാണെന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കർമ്മങ്ങളെ പറ്റി വിശദീകരിച്ച് തന്നതാണെന്നും അറിയാതെ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയാത്ത മാതിരി അഭിനയിച്ച് സംഘടന വളർത്താൻ വേണ്ടി പരസ്പരം മുസ്ലിക്കാക്കുക. അള്ളാഹ് ഇവരെ ഷെറിൽ നിന്ന് കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ആ വ്യക്തിക്ക്, ആ ശിഹാബ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് ബോധ്യപ്പെടും എന്നതുപോലെ ഈ മല്ലാക്ക് എവിടെ നിന്നാണ് നീച്ചു വരുന്നതെന്ന് അതിൻ്റെ ചുവട്ടിലൊരു കമൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിയിക്കുന്നു, ഞാനൊരു മല്ലാക്കയല്ല, ഞാനൊരു നാടൻ പണി എടുക്കുന്ന ആളാണ്, ചെറിയ കച്ചവടമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്, ചെറിയ കച്ചവടമായിട്ട് എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ മറുപടി പറയാൻ, പ്രമാണബദ്ധമായിട്ട് തന്നെ മറുപടി പറയാൻ എനിക്ക് കഴിയും. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഏത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടെ ഇൽമ് നാഫി ആവണം എന്നുള്ള, നാഫി എന്ന് പറഞ്ഞാൽ കുറേ മടി, ചെറിയൊരു ഇൽമ മതി. എൻ്റെ ഇൽമ നാഫി ആകട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ, നമ്മളൊക്കെ ഹിദായത്തിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.